നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉളഹിയത്തിന്റെ സമയമാകുമ്പോൾ, വലിയ പെരുന്നാളാകുമ്പോൾ ഉളഹിയത്ത് നടത്തും നമ്മൾ, അല്ലേ? 1, 2, 4, 5, 10, 15, 20 മാടുകളെയും ആടുകളെയൊക്കെ നമ്മൾ അറക്കൂലേ? ഇവിടെ അങ്ങനെ ഉണ്ടോ? ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനുണ്ടോ? മഹല്ലുകളിൽ ഒരുമിച്ച് കൂട്ടിയിട്ട്, നമ്മളെ നാടുകളിലൊക്കെ അങ്ങനെയാണ്. ജമാഅത്തിൽ ആ മഹല്ലിലുള്ള ആളുകളുടെ മുഴുവൻ ഉളഹിയത്ത് മൃഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി എന്ത് ചെയ്യും? അറുക്കും, അറവ നടത്തും, എന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. അതാകുമ്പോൾ എല്ലാവർക്കും കിട്ടും, അല്ലേ? ജമാഅത്തിൽ എല്ലാവർക്കും കിട്ടും. അത് നല്ലൊരു പരിപാടിയാ. പക്ഷെ ഒരുപാട് മാനദണ്ഡങ്ങൾ സൂക്ഷിക്കണം. പലരും സൂക്ഷിക്കാറില്ല, പക്ഷെ പണി കിട്ടും. സൂക്ഷിച്ചില്ല എങ്കിൽ പണി കിട്ടും. യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ കിട്ടിയ പണി, സഹോദരങ്ങളെ, മാടിനെ അറുത്തപ്പോൾ സൂക്ഷ്മത പാലിക്കാത്തതിന്റെ പേരിലാണ്. ഒരു പശുവിനെ അറുത്തപ്പോൾ സൂക്ഷ്മത പാലിക്കാത്തതിന്റെ പേരിലാണ്.